ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ എൻഗേജ്മെൻ്റാണ്. സോ ഐ എം ഗോയിങ് ഫോർ ദാറ്റ്. എന്ത് പറ്റിയത്? എനിവേസ്, സോ ഐ തോട്ട് ഐ വുഡ് ഡു എ ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ. ഫോർ കുറേ നാളായല്ലോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ചെയ്യാമെന്ന് വെച്ചു. ആൻഡ് I'm thinking like എന്തൊക്കെയോ ഞാൻ മറന്നിട്ടുണ്ട് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദിസ്. എന്തൊക്കെയോ നമ്മൾ സീരിയസ്ലി മറന്നു പോകുന്നുണ്ട്. ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഇറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം. സ്കിൻ കെയർ, where is that bill? Okay, I'm using this toner. ഇത് പ്ലമ്മിൻ്റെ ടോണറാണ്. ഇതെൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഒരു കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്ന ടോണറാണ്. ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. ഞാനിതിൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചായിരുന്നു, പക്ഷെ എനിക്ക് അതിനെക്കാട്ടിൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഗുഡ്. നെക്സ്റ്റ് ഐ യൂസ് ദിസ്. ഇതെന്താ ഒരു സെറമാണ്. ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. ഇത് ഡാർക്ക് സ്പോട്ട്സിനൊക്കെ വേണ്ടിയിട്ട്. എനിക്ക് ആക്നേഴ്സൊക്കെ ഒന്ന് കുറച്ച് മാർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് വലിയ ഗുണമൊന്നും തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യണം. ഞാനങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാത്ത ഒരാളായത് കൊണ്ടായിരിക്കാം ഇതേപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാത്രം രാവിലെ ഉപയോഗിക്കുന്ന ശീലം ഉള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ ഫാൻ്റെ സൗണ്ട് കേൾക്കുന്നെങ്കിൽ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്, ബിക്കോസ് ചൂടാണ്, ഇരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതുമായി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദിസ് മോയ്സ്ചറൈസറിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോയുടെ ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് മോയ്സ്ചറൈസറാണ്. ദിസ് ഇസ് ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. ആൻഡ് ആൾസോ പൈസ വലുതായിട്ടില്ല. ലൈക്ക് ഐ നോ 300 സംതിങ്ങിൻ്റെ റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഇതിൽ ശരിക്കും ഉണ്ട്. ഞാൻ കുറേ നാളായി ഇത് യൂസ് ചെയ്യുന്നു, ഇതുവരെ തീർന്നിട്ടില്ല. ഇറ്റ്സ് ഗുഡ്. എനിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ ഗുണം ഒന്നും എനിക്കറിയില്ല. ഞാൻ ഒന്ന് ജസ്റ്റ് മുഖത്തിടാൻ കുറച്ച്, എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടും ആക്നെ പ്രോൺ സ്കിൻ ആയതും കൊണ്ട് ഞാൻ അതിനെ സ്യൂട്ട് ചെയ്ത ഏത് മോയ്സ്ചറൈസർ വേണമല്ലോ. അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും നോക്കില്ല. ഓയിൽ ഫ്രീ ആണോ എന്നേ നോക്കത്തുള്ളൂ. പിന്നെ ഞാനൊരു ഫേസ് പാക്ക് ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഞാൻ മടിച്ചിയായിരുന്നു. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് തള്ളിപ്പോയി. നടന്നില്ല ഗൈസ്. Now then, time for sunscreen. Currently I'm using Sunscoop oil control sunscreen, as you can see. ഇതും ഞാൻ ജസ്റ്റ് വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് വാങ്ങിച്ചതാണ്. ഇതിന് മുമ്പേ ഞാൻ ആക്ച്വലി എൻ്റെ ഡോക്ടർ വർഷങ്ങൾക്ക് മുമ്പേ, ലൈക്ക് 2 years ബാക്ക് എനിക്ക് പറയുന്ന സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഐ ഹാവ് സ്റ്റോപ്ഡ് using that. I don't like the texture. ഞാൻ എപ്പോഴും കോംപ്രമൈസ്. എനിക്ക് ആ ഒരു മാറ്റി സ്റ്റിക്കി ഫീലിംഗ് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് ആ ഫീലിംഗ് വേണ്ട എന്ന് കരുതിയിട്ട് പുതിയൊരു സൺസ്ക്രീനിലോട്ട് മാറി. ഇതിൻ്റെ ബോഡി സൺസ്ക്രീൻ ഉണ്ട്. ഐ ലൈക്ക് ദാറ്റ്. ഐ തോട്ട് ഐ വിൽ ഗോ ഫോർ ദിസ്. ഓക്കെ, എൻ്റെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. I will come back after wearing my dress. ഇത് ഞാൻ റിപ്പീറ്റ് ഇടുന്ന ഡ്രസ്സ് തന്നെയാണ്, നേരത്തെ ഇട്ടിട്ടുള്ളത് തന്നെ. സോ ഐ എം ഗോയിങ് ടു അയൺ ദാറ്റ് ആൻഡ് വിൽ കം ബാക്ക് ആഫ്റ്റർ വിയറിങ് ഇറ്റ്. ഓക്കെ, സോ ഇതാണ് ഡ്രസ്സ്. ദിസ് ഇസ് ദ ഡ്രസ്. എൻ്റെ ഒരു ബ്രദറിൻ്റെ ഈവനിങ് പാർട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. ദിസ് ഇസ് ദ ഡ്രസ്. ഇറ്റ്സ് നൈസ്. Let's do the makeup.
ഇങ്ങനെയുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഉണ്ട്. ഓക്കെ, ഐ എം യൂസിങ് ദിസ് ലിപ് ബാം ഹിമാലയ. ഞാൻ ഈ ട്രിക്ക് പഠിച്ചത് എവിടെ നിന്നാണോ, ഏതോ ഒരു കൊറിയൻ മേക്കപ്പ് വ്ളോഗിൽ നിന്നാണ്. ഫസ്റ്റ് യു ഹാവ് ടു അല്ല, ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി മേക്കപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ അടുത്ത് ലിപ്പിൻ്റെ പോർഷൻ എത്തത്തില്ലേ, അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളുടെ ലിപ്പിന് നല്ലൊരു പ്ലംബായിട്ടിരിക്കും. അപ്പോൾ ഇടുന്നത് നൈസാണത്. ഓക്കെ, എനിവേസ് നമ്മൾ ഫസ്റ്റ് പ്രൈമർ ഇടാൻ പോവുകയാണ്. ഐ എം യൂസിങ് മാർസ് പ്രൈമർ. വെരി വലിയ പ്രൈസി ഒന്നുമല്ല, എല്ലാവർക്കും വാങ്ങാം. ഓക്കെ, ഞാൻ മേക്കപ്പിൽ ഭയങ്കര ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഇതിനെല്ലാം അങ്ങനത്തെ സാധനങ്ങളെ വലിയ വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ച് പരീക്ഷിക്കണ്ട എന്ന് കരുതിയിട്ട് ആണ് ഒരുവിധം നല്ല പ്രോഡക്റ്റ് എടുത്ത് എനിക്ക് തോന്നിയത് വാങ്ങിച്ച്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. പ്രൈമർ, മാർസിൻ്റെ പ്രൈമർ ഇസ് ഗുഡ്. ഓക്കെ, ഐ എം ഡൺ വിത്ത് ദ പ്രൈമർ. നെക്സ്റ്റ് ഈസ് ഐബ്രോസ് ഫില്ല് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഓട്ട കാണുന്നില്ലേ, ഞാൻ അവിടെയൊക്കെ ഫില്ല് ചെയ്ത് എടുക്കണേ. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ പാലറ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഐ എം യൂസിങ് മേബിലിൻ്റെ ന്യൂഡ്സ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഷാഡോ കിട്ടും. അതിൽ ഗ്രേ കളറാണ്, ദിസ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദിസ് ഷെയ്ഡ് ഞാൻ കട്ട ബ്ലാക്ക് യൂസ് ചെയ്യില്ല, അത് ഒരു ഇച്ചിരി അൺനാച്ചുറലായിട്ട് തോന്നും. ഇതാണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല. ഞാനപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് വിശക്കുന്നുണ്ട്, അവിടെ പോയിട്ട് തിന്നാം എന്നുള്ള മൈൻഡിലാണ് ഞാൻ. പക്ഷേ ഒന്നും തോന്നുന്നില്ല. മേ ബി ഒരു പ്ലേസ് പെർഫെക്റ്റ്. വലിയൊരു വ്യത്യാസമൊന്നും തോന്നുന്നില്ലല്ലോ ബിക്കോസ് ഭയങ്കര ആഷ് ഔട്ടാണ്. ഓക്കെ ഓക്കെ, അടുത്ത് ഞാൻ ഐ ഷാഡോ ഇടുന്നതിന് മുന്നേ ഓക്കെ, അടുത്തൊരു കളർ കറക്റ്ററാണ് എൻ്റെ അണ്ടർ ഐസിന്. അതെൻ്റെ അനിയത്തി വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അവിടെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ അതടിച്ച് മാറ്റി, അല്ലാണ്ട് എനിക്കില്ല. ഞാൻ ഈ ഓറഞ്ച് കളർ കറക്റ്റർ കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കും. ഞാൻ വേറെ ബ്രഷ് അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല. ഐ എം യൂസിങ് ഓൺലി മൈ ഹാൻഡ്സ്. എന്ത് കണ്ണു ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ കൺസീലർ ഇടുമ്പോൾ ബാലൻസ് ഔട്ടോ പേടിക്കണ്ട. ഐ വിൽ കം ബൈ. ഓക്കെ, ഐ ഡു ഹാവ് 2 കൺസീലേഴ്സ്. ഒന്ന് മേബിലിൻ്റെതും ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെയാണ്. എന്തൊക്കെയോ പറയ പോകുന്നുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ യൂസ് സ്വിസ് ബ്യൂട്ടി, ദിസ് വൺ, ബിക്കോസ് ഇറ്റ്സ് എഫക്റ്റീവ്. ഇതെന്താ? ഓക്കെ ഓക്കെ, സ്വിസ് ബ്യൂട്ടിയുടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഷെയ്ഡ് 04. Anyways, let's put that. Be positive. What's it? Trust me, it will blend. ഓക്കെ, കണ്ടോ മാജിക് കണ്ടോ? നേരത്തെ എങ്ങനെ ഇരുന്നതാ ഇപ്പോൾ സെറ്റായില്ലേ? എനിക്ക് അതുകൊണ്ടാണ് ഈ കൺസീലർ ഇഷ്ടം. എനിക്ക് എന്നാൽ മേബിലിന് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു സമാധാനം എനിക്ക് കിട്ടത്തില്ല. എനിവേസ്, ലെറ്റ്സ് ഗോ ടു ഫൗണ്ടേഷൻ.
ഫൗണ്ടേഷൻ എന്തൊക്കെ വലിയ ഫൗണ്ടേഷൻ ഒന്നും വാങ്ങിച്ചില്ല, കാരണം എനിക്കറിയില്ല ഇത് കറക്റ്റ് ആവുമോ എന്ന്. അതുകൊണ്ട് ഞാനൊരു ട്രയൽ പാക്ക് എന്നുള്ള രീതിയിൽ ചെറുതേ വാങ്ങിച്ചുള്ളൂ. ദിസ് ഈസ് മേബിലിൻ്റെ ഫിറ്റ് മീ 220 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. എല്ലാവർക്കും വ്യത്യസ്ത ഷെയ്ഡുകളായിരിക്കും, അതറിയായിരിക്കുമല്ലോ അല്ലേ, അങ്ങനെ വാങ്ങാവൂ. ഞാനത് കോളേജിലൊക്കെ ആയിട്ടാണ് കേട്ടോ പഠിച്ചത്. അതിന് മുമ്പേ ഞാൻ ഐടെക്സ് ഡാസ്ലറിൻ്റെ ഏതൊക്കെയോ ഷെയ്ഡ് വാങ്ങിച്ചു വെച്ചിട്ട് വെറുതെ കുളമാക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. കണ്ടോ, ഇപ്പോഴേ തന്നെ ഒരു ചെറിയ ഹലോ ഓക്കെ. ഞാനിത് കണ്ടോ, നമ്മുടെ ഷെയ്ഡാണെങ്കിൽ എനിക്ക് ഒരു ടിപ്പ് പറഞ്ഞു തരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങുമ്പോൾ നമ്മുടെ ഈ സ്കിൻ ടോണും ഇവിടെയും മാച്ച് ആവുന്ന രീതിയിൽ എടുക്കണം. അപ്പോൾ സൂപ്പറായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഓക്കെ ഗുഡ് നൈസ്. മേബിലിൻ്റെ ഫൗണ്ടേഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, ഇറ്റ്സ് നോട്ട് എ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് മാത്രമുള്ള ഒരു ഫൗണ്ടേഷൻ, ഫുൾ കവറേജ് ഫൗണ്ടേഷൻ അല്ല. ഓക്കെ, ഞാൻ ഈ കളർ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ മുകളിലൊരു അതൊരു ബേസ് പോലെയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറ്. സോ ദാറ്റ് അതർ കളേഴ്സ് ക്യാൻ പോപ്പ് ഇൻ. ഇതെന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഐ ജസ്റ്റ് ലൈക്ക് ടു ഡു ഇറ്റ്. ഇതെൻ്റെ ഡെയിലി വെയറിൻ്റെ ഭാഗമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഓഫീസിൽ പോകുന്ന സമയങ്ങളിൽ ജസ്റ്റ് ആ കൺസീലറും ഇതുമാണ് ഇടാറ്, വേറെ ഒന്നും ഇടല്ല. കൺസീലർ ഇട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്ന കറുപ്പെല്ലാം നല്ല പോപ്പപ്പായിട്ടിരിക്കും. സോ ഈ കളറും കൂടെ ഇടുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബാലൻസ് ഔട്ട്, ഒരു നാച്ചുറൽ കളർ അവിടെ കളർ വന്നിട്ടുണ്ടായിരിക്കും. കണ്ടോ? Okay, that's done. ഇതെല്ലാം പൊട്ടി മിക്കത്. എനിവേസ്, നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. റീസെൻ്റ്ലി ഐ എം ലവിങ് ദിസ് ഐ ഷാഡോ. അതൊരു ഫ്രണ്ടൊന്നും കാണണ്ട നിങ്ങൾ. സോ ഐ എം യൂസിങ് ദിസ് ഐ ഷാഡോ പാലറ്റ്. ഇതിൽ പിങ്ക് ഷെയ്ഡ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് പിങ്കാണ് ഞാൻ യൂസ് ചെയ്യാൻ കരുതി. എനിക്കല്ലാണ്ട് വേറെ വലിയ ഇന്നോവേഷനൊന്നും എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഇടുന്ന കളേഴ്സ് തന്നെ ഇടും, അതാണ് എൻ്റെ പ്രത്യേകത. ലെറ്റ്സ് സീ ഏതിടും. ഈ കളറാണ് ഞാൻ ഇടാൻ പോകുന്നത്. വാട്ട ബൂട്ടി ഗേൾ. നല്ലൊരു വ്യത്യസ്തമായ ചിന്ത, എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. വലിയ വ്യത്യാസമൊന്നുമില്ല ഗൈസ്. അപ്ഡേഷ് വാവ്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഈ ബ്രഷ് ഇട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും സൂപ്പറായിട്ട് നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ നമ്മുടെ കൺട്രോളിൽ നിൽക്കും. മറ്റത് ചിലപ്പോൾ കൂടിപ്പോവാം, കുറഞ്ഞു പോവാം, ഇത് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാം. അങ്ങനെ ഞാൻ ഈ കളർ തന്നെ താഴെ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ചെയ്യുന്നതിന് മുമ്പേ വാഷ് യുവർ ഹാൻഡ്സ്. ഓക്കെ, യു ഡോണ്ട് നോ ഹൗ മച്ച് ബാക്ടീരിയ ദർ യു വിൽ ഹാവ്. ഓക്കെ, ഞാൻ ഇട്ട് കൊടുത്തു. അത്രയും മതി. ഞാൻ വേണേൽ ഇതിലുള്ള ഒരു ചെറിയ കളറ് പോപ്പാവാൻ വേണ്ടി കളർ കൊടുക്കാം. ഓക്കെ, ദിസ് ഇസ് നൈസ്. ഓക്കെ, എൻ്റെ ആ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. ഇത് കൊള്ളാം. ഇതാകുമ്പോൾ കളറിനൊരു ഇച്ചിരി തിളക്കം, അല്ല കണ്ണിനൊരു ഇച്ചിരി തിളക്കം വന്നിട്ടുണ്ട്. നെക്സ്റ്റ്
ഐലൈനറിന് ഞാൻ മേബിലിൻ്റെ തന്നെയാണ്. ഞാൻ എപ്പോൾ തോന്നുന്നു ഞാൻ മേബിലിൻ ഗേളാണെന്ന്. നോ, ഐ എം നോട്ട്. ഓക്കെ, ലെറ്റ്സ് ഡു ദ ഐലൈനർ. എന്തൊരാശ്വാസം. ഐലൈനർ വരച്ചു. ഞാൻ എന്നും വരയ്ക്കുന്നതിൽ വലിയ വ്യത്യാസമായിട്ടൊന്നും വരച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അതൊക്കെ എല്ലാം നോർമലായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. എന്നും വിചാരിക്കും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഐലൈനറിൽ പരീക്ഷിച്ച് നോക്കണമെന്ന്, പക്ഷെ നടക്കില്ല. പിന്നെ ഓഫീസിൽ പോകുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് തിന്നായിട്ടായിരിക്കും ഞാൻ വരയ്ക്കണേ. വിസിബിൾ ആവാത്ത രീതിയിലായിരിക്കും ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, മസ്കാര. I do have long eyelashes, so not a problem. ഫോൾസി വെക്കേണ്ട കാര്യമില്ല. ഞാനൊരു വട്ടം ട്രൈ ചെയ്തു ഫോൾസി, ബട്ട് യെസ് ഇറ്റ് ഡാസ് മേക്ക് എ വലിയ ഡിഫറൻസ്. ബിക്കോസ് നമ്മളുടെ ഇപ്പോൾ ഈ മസ്കാര ഇട്ടാലും യുനോ ലോങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ലോങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ മസ്കാര എനിക്കിതാണ് ഇഷ്ടം കുറച്ചും കൂടെ. യപ്പ്, I like that. मैंने मुस्कुराई मैं हो लेना सरिया. കണ്ടോ, കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയില്ലേ കണ്ണ? ഒരു വട്ടം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് തീർന്നു. തീർന്നില്ല, ഒട്ടും തീർന്നിട്ടില്ല. The mess I make. Okay. Oh, nice. ഇനി അടുത്ത് ബ്ലഷിൻ്റെ സമയമാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് പ്രൗഷ് എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. ആൻഡ് ദിസ് ബ്ലഷ് ഈസ് വെരി നാച്ചുറൽ. ഭയങ്കര എൻ്റെ സ്കിന്നിന് ഭയങ്കര നാച്ചുറലാണ്. എന്നുവെച്ചാൽ ചില നേരം ഇതിട്ട് കഴിഞ്ഞാൽ പോലും വലിയ ബ്ലഷ് ഇട്ടേക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു രീതിയിലുള്ള എഫക്റ്റ് അല്ല, നാച്ചുറൽ ബ്ലഷ് എന്നുള്ള രീതിയിൽ. ഇത് വേറൊരു കളറാണ്. ഞാൻ അവിടെ ഇടും, നോക്കി ഇടും. ഓക്കെ, അത് ഡാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ആ സാധനം ഉണ്ടായിരുന്നൊന്നും അറിയില്ല. Did you see any difference? Wow. Adittu. And I'm going to do another set of blush. ഒരു ബ്ലഷ് വേറെ ഒന്നുമല്ല, എനിക്ക് ഇങ്ങനെ സ്പെഷ്യൽ ആകുമ്പോൾ കുറച്ച് കളർ വരുന്നത് നല്ലതല്ലേ. ഞാനപ്പോൾ ഈ പാലറ്റിൽ നിന്നാണ്. ഇത് ബ്രൗൺസറും ഹൈലൈറ്ററും എല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ ആ രണ്ട് സാധനം ഉപയോഗിക്കാറില്ല. ഇതിൽ ബ്ലഷ് മാത്രമേ എടുക്കുള്ളൂ. ചിരിക്കാം. ഓ, ശരി കൂടിപ്പോയി. ഓക്കെ, എന്നിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് അടച്ച് ഇട്ട് കൊടുക്കാം. ഓ, ഇപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാവും, കുഴപ്പമില്ല. ബ്ലഷാണ് ജീവൻ. ഐ ലവ് ബ്ലഷ്. ബ്ലഷിൻ്റെ ഉള്ളൊരു വ്യത്യാസം ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഓക്കെ, സിൻസ് ഇന്ന് നമ്മൾ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് ഐ എം ഗോയിങ് ടു ഡു ഹൈലൈറ്റ്. അതർവൈസ് ഐ വിൽ നോട്ട്. ഇത് ഇവിടെ കുറച്ചിട്ട് കൊടുക്കാം. കൈയിട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ, അതർവൈസ് കുറേ കൂടിപ്പോകും. ഇവിടെ കുറച്ചിട്ട് കൊടുക്കാം.
ഫോട്ടോയ്ക്കൊക്കെ നന്നായിരിക്കും. എന്നിട്ട് മൂക്കിന് തുമ്പത്ത് കുറച്ചിട്ട് കൊടുക്കാം. ഫോട്ടോയ്ക്കാണ് ഇതൊക്കെ അടിപൊളി. എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ലിപ് ബാം ഉണ്ടല്ലോ, അത് നമുക്കങ്ങ് മാറ്റിക്കളാം. തുണിയോ ടിഷ്യൂലോ എന്തെങ്കിലും വെച്ചിട്ട് വൈപ്പ് ഓഫ് ചെയ്ത് കളയാം. യു സീ ഹൗ നൈസ് ഇറ്റ് ഈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഐ എം ഗോയിങ് ഫോർ എ പിങ്ക്. Pink color. This pink. Let's see. First lip liner. Lip liner ഞാൻ എപ്പോഴും ഇതാണ് യൂസ് ചെയ്യാറ്. എന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വേറൊരു പിങ്കും കൂടെ ഉണ്ട്, മേബിലിൻ്റെ. പക്ഷേ എനിക്കത് ഇട്ട് കഴിയുമ്പോഴേ, നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ എല്ലാം പോവും. എനിക്ക് പിന്നെ ഇന്ന് അങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കാനുള്ളൊരു മൂടുമില്ല. ഒരു ഡാർക്കർ പിങ്ക് ആയിപ്പോയോ? ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് കെയർ. ഈ ലിപ് ഗ്ലോസ് ഇറ്റ്സ് ഫ്രം ഇതിൻ്റെ മണം അമ്മേ. എല്ലാം മാഴ്സും മേബിലിൻ പ്രോഡക്ട്സ് മാത്രമേ എൻ്റെ ഉള്ളൂ. അതിൻ്റെ സ്ട്രെസ് നൈസ്, കൊള്ളാം. ഞാനൊരു പൊട്ട്, ഇതിൻ്റെ കമ്മല് എല്ലാം ഇട്ടിട്ട് വരാം. ഇതാണ് എൻ്റെ ലുക്ക്. ഞാനിനി മുടി പിരുത്തിടണോ? ഷുഡ് ഐ ഗോ ലൈക്ക് ദിസ്? Okay. Should I go like this or okay. Let me check and come back. Okay. ഞാനിങ്ങനെ പിരുത്തിടാന്ന് വെച്ചു. ഈ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കാറുള്ളപ്പോൾ അത്ര നല്ല ഡ്രസ്സൊന്നും കാണാറില്ല ഫോട്ടോസിൽ. സോ ഐ എം ഗോയിങ് വിത്ത് ദിസ്. ഇങ്ങനെ തന്നെ പോകാന്ന് വെച്ചു. കൊള്ളാം, അടിപൊളി, കൊള്ളാം. ഓക്കെ, ഞാൻ ഹെയർ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോയെന്ന്. പക്ഷെ ഞാൻ ഒന്നും ചെയ്യാറില്ല. എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്. ഒരു ലാസ്റ്റ് വന്നിട്ടൊരു ഈ ഒരു ട്വിസ്റ്റ് ഉള്ളതാണ്. അതുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഹെയർ സെറം യൂസ് ചെയ്യും. ഹെയർ സെറം മെയിനായിട്ട് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് ഫ്രിസി ആയിട്ടിരിക്കുമ്പോൾ ഇത് ഒരു ഷൈൻ തരും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. വൺ മോർ തിങ്, ബോഡി സ്പ്രേ. അല്ല, ബോഡി സ്പ്രേ ഉണ്ട്, ബോഡി സൺസ്ക്രീൻ കൂടി ഇടാം ഗൈസ്. കയ്യിൽ ഞാൻ എന്തെങ്കിലും ഇടണോ? എനിക്ക് ഇടണമെന്നില്ല. നോക്കട്ടെ.
Okay, that's it. Thank you. Bye bye. See you on next video. Maybe I will take some clip from there. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അവരുമായിട്ടൊക്കെയുള്ള ക്ലിപ്സ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഐ എം പ്ലാനിങ് ടു ഡു വീഡിയോസ് ആക്ച്വലി ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്നുള്ള രീതിയിൽ കുറച്ച് ക്ലിപ്സ് അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ, അവിടെ പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ആൻഡ് വി ആർ പ്ലാനിങ് ഓൾസോ ഡൂയിങ് എ റീൽ. സോ എൻ്റെ കല്യാണമാണ് ഇത് സുന്ദരിക്കുട്ടി നമ്പർ 1, സുന്ദരിക്കുട്ടി നമ്പർ 2. ഹായ്. ഓക്കെ, അതാ ബാക്കി